നന്മകൾ നേരുന്നു. അതിൻ്റെ സംഘാടകർക്കും സദസ്യർക്കുമുള്ള അഭിനന്ദനവും നേരുകയാണ്. ഒരു കാലഘട്ടം ചില കാര്യങ്ങൾ നിയോഗം പോലെ കൊണ്ടുവരുന്നുണ്ട്. ഉലകിലെങ്ങും ഉദാത്തമായുള്ള മാതൃകകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൃത്താഡ്സും നമ്മുടെ സാഹിത്യ നഗരമായ നമ്മുടെ യുനെസ്കോയുടെ സാഹിത്യ നഗരമായിട്ടുള്ള കോഴിക്കോട് ഗോത്ര സാഹിതി സംരംഭം ആരംഭിച്ചത് ഏറ്റവും സമ്പന്നമാക്കിക്കൊണ്ടാണ് എല്ലാ സദസ്സുകളും ദൃശ്യവൽക്കരിക്കപ്പെടുന്നത്. ആദ്യമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അതിനുശേഷം സോഫിയ പറയും. തുടർന്ന് അതിൻ്റെ വിട്ടുപോയ ഭാഗങ്ങളും ചർച്ചയിലൂടെ നമുക്ക് കൊണ്ടുവരണം. കാരണം എല്ലാ നമ്മുടെ സംവാദങ്ങളെയും സമ്പന്നമാക്കുന്നത് സദസ്യരാണ്. ഒരുപക്ഷെ വേദിയിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഏറെ ചിന്തയിലും പ്രവൃത്തിയിലും അതുപോലെ തന്നെ അവരുടെ പ്രാഗൽഭ്യത്തിലും പ്രശസ്തിയിലൊക്കെ തന്നെ മുന്നിൽ നിൽക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇതിലേക്ക് അണിചേരണമെന്നുള്ള ഒരു അർത്ഥനയോടുകൂടി ഞാൻ ആരംഭിക്കുകയാണ്. ഗോത്ര ജീവിതത്തിൻ്റെ സംസ്കൃതിയുടെ അവിഭാജ്യ ഘടകമാണ് അവരുടെ ആഹാരം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഭൂരിഭാഗം ആദിവാസി മേഖലകളിലും പെട്ട ആളുകളുടെ മുഖ്യ ആഹാരം ഇത്തരത്തിലുള്ള ചെറുധാന്യങ്ങളാണ്. അപ്പോൾ അവയുടെ അഭാവവും അതുപോലെ തന്നെ അതിൽ വരുന്ന ഏതൊരു പാകപ്പിഴവും അവരുടെ നിത്യജീവിതത്തിന് മാത്രമല്ല അവരുടെ സംസ്കൃതിയെ സാരമായി ബാധിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്. അവരുടെ അടുക്കള മുതൽ ആചാരങ്ങൾ മുതൽ അനുഷ്ഠാനങ്ങൾ മുതൽ അതായത് ഉത്സവങ്ങൾ വരെ. അട്ടപ്പാടിയിലെ കാര്യം ഇവിടെ സോഫി പറയും. ഇപ്പം മല്ലീശ്വരം മുടി ഒരു പ്രതീകമാകുമ്പോൾ എങ്ങനെയാണ് വിത്തുകൾ അവിടെ സമർപ്പിച്ച് അത് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ നിറവിൽ നിലവിൽ കിനാവിൽ എങ്ങനെ അവരുടെ വിളയിടങ്ങളിലേക്ക് വിളനിലങ്ങളിലേക്ക് അവർ കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ധാന്യമില്ലാതായി കഴിയുമ്പോൾ അത്തരത്തിൽ എന്തു ചെയ്യും? ഒരു പക്ഷേ അത്തരത്തിലുള്ള അവരുടെ ജീവിതത്തിൻ്റെ അനിവാര്യമായ തിരിശേഷിപ്പുകൾ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഒരിക്കലും അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്ന പോലെ തന്നെ അതിൽ ഒരുപാട് ഭംഗം സംഭവിക്കും. ഉദാഹരണത്തിന് നമ്മുടെ തന്നെ ഈ ആധുനിക വൈവാഹിക രീതികൾ നോക്കും. അതിലെ ചടങ്ങുകൾ ഇന്ന് ഫോട്ടോഗ്രാഫർമാരാണ് തീരുമാനിക്കുന്നത്, വേറെ കാര്യം. പക്ഷെ ആ ചടങ്ങുകളില്ലാതെ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമായി ചുരുങ്ങിയാൽ എന്തായിരിക്കും? അപ്പോൾ അതിന് ഓരോന്നിനും നമുക്കറിയാം. നാട്ടറിവുകളുടെ നിലവുകൾ എന്ന് പറയുന്നത് അതിൻ്റെ അരങ്ങേറ്റ ചടങ്ങുകൾ മുതലുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മരണ വരെയുള്ള ചടങ്ങുകളും അതിനെ തുടർന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്നും നമ്മുടെ ആധുനിക സമൂഹം പോലും ഈ മരണത്തിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആചരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ചില വസ്തുവകളുണ്ട്, ദ്രവ്യങ്ങളുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തെങ്ങ് നമ്മുടേതല്ലാത്ത ഒരു സാധനമാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കേരളീയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെയാണ്. അപ്പോൾ അവരുടെ ആ പാചകം മുതൽ അവരുടെ ഉത്സവങ്ങൾ മുതൽ അതിൽ വരുന്ന ഓരോ ദിനസരികൾ മുതൽ അല്ലെങ്കിൽ അവിടുത്തെ വൈദ്യസമ്പ്രദായം, അതായത് വംശീയമായ ഭക്ഷണവും അല്ലെങ്കിൽ വംശീയമായ ഭക്ഷണം തന്നെയാണ് അവരുടെ വൈദ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആഹാരത്തിനെയോ അല്ലെങ്കിൽ വൈദ്യത്തിലൊന്നും വേറിട്ട് കാണേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ആ രീതിയിലേക്കുള്ള സങ്കല്പനം ഇന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ പ്രകൃതി ജീവനം എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ അതിനെ സംജ്ഞവൽക്കരിച്ചിട്ടുണ്ട്. ടെർമിനോളജിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവരതെങ്ങനെയാണ് കാത്തുസൂക്ഷിക്കുന്നത്, ഏത് രീതിയിലാണ് അതിനെ നിലനിർത്തുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാനുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ചെറുധാന്യങ്ങളുടെ സമ്പന്നതയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒട്ടനവധി നമുക്ക് കേരളീയ മാതൃകകൾ ലോകത്തിൻ്റെ അഗ്രിമസ്ഥാനത്ത് നമ്മൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ നമുക്കറിയാം പ്രമേഹം മുതൽ ക്യാൻസർ മുതൽ പൊണ്ണത്തടി മുതൽ ഒക്കെ ഉള്ള ഒരുപാട് രോഗാതുരതയുടെ കേളികൊട്ട്
അല്ലെങ്കിൽ അതിനു വേണ്ടി ചിലവഴിക്കുന്ന അത്രയ്ക്കും സമ്പത്തും അതുവഴി ആ രോഗബാധിതരാകുന്ന ആളുകളും സമൂഹവും അതുപോലെ തന്നെ അതിനെ നിവാരണത്തിന് വേണ്ടിയും അതിന് ശേഷമുണ്ടാകുന്ന ആശ്വാസത്തിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്ന പണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധത്തിൻ്റെ ചുവടുവയ്പ്പിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഈ അന്നം ഔഷധമാക്കി മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം നമുക്ക് പ്രമേഹ രോഗികളാണല്ലോ. അപ്പോൾ അത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയാം. ഭക്ഷണം കഴിച്ച് ഏറ്റവും പെട്ടെന്ന് ദഹിക്കുന്നു നമ്മുടെ അരിയാഹാരമാണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് ദഹിക്കുന്നു. കൂടുതൽ അരിയായാലും ഗോതമ്പായാലും അങ്ങനെ തന്നെയാണ്. അത് ദഹിച്ച് പെട്ടെന്ന് നമ്മുടെ ഗ്ലൂക്കോസാക്കി മാറ്റുകയും രക്തത്തിൽ അതിൻ്റെ കൂടുതൽ പഞ്ചസാര അളവ് കൂടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ അത് മറ്റുള്ളവർക്കൊന്നുമില്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും വരുന്നില്ല. കാരണം അധ്വാനമില്ലാതെ ഭക്ഷണം മാത്രം കഴിച്ച് അലസതയുടെ ഗേഹങ്ങളിലേക്ക് ആണ്ടിറങ്ങുമ്പോഴാണ് ആ പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ അതിന് ഒരു പരിഹാരം തന്നെയാണ് ഗോത്ര ജീവിതം എന്ന് പറയുന്നത്. അവർ എനിക്ക് നേരിട്ട് അറിയാവുന്ന അവരുടെ ജീവിത ശൈലികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അതിനുശേഷം തിരിച്ച് വീടുകളിൽ വന്ന് നേരത്തെ ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ ഇന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ അത്താഴം കഴിച്ചാൽ അരക്കാതം നടക്കണം. കാതം എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്ററാണ് കാതം. അപ്പോൾ 5 കിലോമീറ്ററുകൾ നടക്കണം. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ എങ്കിലും നടന്നിട്ട് കിടക്കാവൂ. ഉടനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കില്ല. അപ്പോൾ അവരുടെ ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, അതിൻ്റെ ദഹനം, അതിനുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ, അതെങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വാംശീകരിക്കുന്നു, അതെങ്ങനെ നമ്മുടെ ജനിതകമായിട്ടുള്ള സമ്പന്നതയിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കില്ലല്ലോ. നമുക്കറിയാം, കേരളത്തിൻ്റെ തന്നെ സ്ഥിതി അറിയാം. ഇപ്പം ഈ ബംഗാളികൾ എന്ന് പറയുന്ന നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവരുടെ കരുത്ത് എത്രയാണെന്നും കേരളീയ യുവത്വത്തിൻ്റെതായ കരുത്ത് എത്രയാണെന്നും സസ്റ്റൈനബിലിറ്റി, ഒരു കാര്യം ചെയ്യുന്നതിനും പിടിച്ചു നിൽക്കുന്നതിനും അത്രയ്ക്കുള്ള അധ്വാനത്തിൻ്റെ മഹിതയൊക്കെ എത്രയുണ്ടെന്ന് നമുക്ക് കമ്പയർ. അതുപോലെ തന്നെയാണ് ഈ ആഹാരം എന്ന് പറയുന്നത് അവർ ഒരു വംശ നിക്ഷേപമാണ്, ഒരു FD ആയിട്ടാണ് കണക്കാക്കുന്നത്. എത്രമാത്രം അറിയാം, ഇന്ന് കാടകങ്ങൾ ഇല്ലാതാകുകയും അത്യുഷ്ണത്തിൻ്റെ മേഖലയിലേക്ക് കേരളം വരളുന്നു, പശ്ചിമഘട്ടങ്ങളെ കടന്നു എന്ന് പറയുന്ന പോലെ തന്നെ അത്രമാത്രം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ ഭൂമികയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നമുക്ക് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു അതിജീവനം കൂടി ഇതിലുണ്ട് എന്നുള്ളത് ഈ അടുത്ത ഖണ്ഡികയിൽ ഞാൻ പറയാം. അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് പതുക്കെ ദഹിച്ചുകൊണ്ട് അതിലേക്ക് നമ്മുടെ പഞ്ചസാരയുടെ അളവ് കൂടുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ശോധന ഇല്ലായ്മയാണ്. ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പരിശോധനകളുണ്ട്, പക്ഷെ മനുഷ്യന് ശോധനയില്ല. സാഹിത്യത്തിൻ്റെ പ്രധാന കാര്യം പർഗേഷനാണ്, വിരേചനം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ പല കാര്യങ്ങളിൽ നിന്നും വിമുക്തനാകേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ഫൈബർ, നാരുകളുള്ള ഭക്ഷണം ആണ് ഏറ്റവും കൂടുതൽ ചെറുധാന്യങ്ങളിലുള്ളത്. എല്ലാം അതിൻ്റെ വൈവിധ്യത്തിൽ, അതിൻ്റെ സമ്പന്നതയിൽ ഒക്കെ. അപ്പം അത് ഇതിൽ ഏറ്റവും കൂടുതലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, ധാതുലവണങ്ങളുണ്ട്, മാംസ്യമുണ്ട്, അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ, അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അംശമൊക്കെ തന്നെ. ഇന്ന് വിളർച്ചയുടെ കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ ഗോത്ര ഭൂമിക തളർന്നു വീഴുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ അവരുടെ നിന്ന് അടർത്തി മാറ്റിയിട്ടുള്ള ആഹാര രീതികളുടെയും അതിൻ്റെ ധന്യതയുടെയും കുറവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ അവർക്ക് സിക്കിൾ അനീമിയ ആയാലും അങ്ങനെ തുടങ്ങിയുള്ള ഒട്ടനവധി രോഗങ്ങളിലേക്ക് വരികയും അവരുടെ അധ്വാനത്തിനെ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിനെ അല്ലെങ്കിൽ അടുത്ത തലമുറയെ തന്നെ ഉള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള ആ കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇന്ന് മാർക്കറ്റിൽ കാണുന്ന ഏറ്റവും വലിയ ഭക്ഷണത്തിൻ്റെ ലേബലുകളിൽ എഴുതി വയ്ക്കുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗോതമ്പായാലും മറ്റു സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാവും പല ആളുകൾക്കും. കൊച്ചുകുട്ടികൾക്ക് വരെ അലർജി ഉള്ളതായിട്ട് ഒരുപാട് രക്ഷിതാക്കൾ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ ചെറുധാന്യങ്ങളിലേക്ക് പോകുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രമാത്രം വൈപുല്യവും വൈവിധ്യമുള്ള ഒരു സാധനമാണ് വാസ്തവത്തിൽ അവരുടെ കാൽക്കീഴിലുണ്ടായിരുന്നത്, അവരുടെ കുടക്കീഴിലുണ്ടായിരുന്നത്. അന്ന് അതിൻ്റേതായ ഒരു അന്യവൽക്കരണം എങ്ങനെയാണ് അതിൻ്റെ പ്രതിഫലിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഭക്ഷ്യഭദ്രതയാണ്. ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇവിടെ വിഭാവനം ചെയ്യുന്നത് അവരുടെ മാത്രമല്ല,
മറ്റു ജീവജാലങ്ങളെയും അവരെ പരിസരത്തിൻ്റെയും. കാരണം ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യ മൃഗ സംഘർഷമാണ്. അതിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാം, ആരണ്യകങ്ങളിലെ ആനകൾക്കും മറ്റു ജന്തുജീവജാലങ്ങൾക്കും അവിടെ ഭക്ഷ്യസുരക്ഷയില്ല. തണ്ണീരിനും അതുപോലെ തന്നെ തീറ്റയ്ക്കും വേണ്ടി അവർ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതും കൂടി ആവശ്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് ഇനങ്ങൾ അവിടെ നമുക്കറിയാം. പന്നിയുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ചോളം തുടങ്ങിയ സാധനങ്ങളാണ്, കുരങ്ങുണ്ട്, ചാമ തിന്ന തുടങ്ങിയൊക്കെ ആണെങ്കിൽ മുയലുണ്ട്, മറ്റേത് ആനയുണ്ട്. ഇതൊക്കെ ആക്രമിച്ച് എന്താണ് അവരുടെ ജീവനോപാധിയാണ്, അതിജീവനത്തിൻ്റെ അടയാളമാണ്. അതൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ മാർക്കറ്റിലേക്ക് പോയിട്ടത് വാങ്ങിച്ച് നമുക്ക് GPay ചെയ്യാനുള്ള ആർജവോ കഴിവോ അല്ലെങ്കിൽ അതിന് സാമ്പത്തികമായ നേട്ടങ്ങളൊന്നും ഇല്ല എന്നർത്ഥം. അപ്പോൾ ഭക്ഷ്യഭദ്രതയും സാമ്പത്തിക ഭദ്രതയും കണ്ണു ചേർന്ന് പോകുന്ന ഒരു ജീവിത ക്രമത്തിനെ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അടർത്തി മാറ്റുന്നത്. അപ്പോൾ ഭക്ഷ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. അത് അതിൻ്റെ സുസ്ഥിരതയുണ്ടെന്നർത്ഥം. കാരണം വളരെ കുറഞ്ഞ, ഇന്ന് നമുക്ക് ഇപ്പോൾ ഏറ്റവും ലോക ജലദിനം ആചരിച്ചുള്ളൂ അല്ലേ. അപ്പോൾ കേരളത്തിലെ ജലസമ്മർദ്ദ ഗൃഹങ്ങളായിട്ട് വാർഡുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ആലപ്പുഴയാണ് ഏറ്റവും മുന്നിൽ ഉള്ളതെന്ന് നമുക്കറിയാം. കാരണം അവർക്ക് കുടിവെള്ളമില്ല, പൈപ്പുകളിൽ വെള്ളം കിട്ടുന്നില്ല, കിണറ്റിൽ വെള്ളമില്ല, അല്ലെങ്കിൽ പൊതുജലാശയങ്ങളിൽ സ്രോതസ്സുകളിലുള്ള വെള്ളം കുടിക്കാൻ യോഗ്യമല്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഏകീകൃതമായിട്ടുള്ള ഒരു രീതിയിൽ ഇപ്പോൾ നെല്ല് മാത്രം അല്ലെങ്കിൽ കുറച്ച് ധാന്യങ്ങൾ മാത്രം ലോകമെമ്പാടും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ കരിമ്പ് പോലെയുള്ള സാധനങ്ങൾ നമുക്കറിയാം, അതിനുവേണ്ടി ജലസേചനത്തിന് വേണ്ടി നമ്മുടെ പൃഥ്വിയെ അതിൻ്റെ ഭൂജലത്തിനെ ജീവനത്തിനെ ഊറ്റിയെടുത്തുകൊണ്ട് അതിനെ ചണ്ടിയാക്കുക എന്നുള്ള ഒരു കാര്യം നോക്കുമ്പോൾ അത് മറ്റുള്ളവരും ബാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ തോതിലുള്ള വർഷപാതത്തിലും, അതായത് വരൾച്ചയിലാണെങ്കിലും, ഇപ്പോൾ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്നാണ് ഇപ്പോഴത്തുള്ള സംജ്ഞ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുസൃതമായി അതിനെ അതിജീവിക്കുന്ന വിള ഇനങ്ങൾ ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രളയത്തിന്, ഇപ്പോൾ പൊക്കാളിയൊക്കെ അങ്ങനെയാണ്, പൊക്കാളി വെള്ളം വന്നാൽ ഇങ്ങനെ പൊന്തി വരും, ആളുക വർദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമാശ്വാസം എന്ന് പറയുന്നത്. വേറെ എന്താണ് നമ്മുടെ കൈമുതലായിട്ടുള്ളത്, നമ്മുടെ ഈടുവയ്പ്പുകൾ എന്താണുള്ളത്? അപ്പോൾ അതാണ്, അത് നമ്മൾ കൈമോശം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പേർത്തും വിലപിക്കുന്നതിൻ്റെ ഒരു കാരണവും ഇങ്ങനെ ഒരു വിഷയം ഇതിൻ്റെ ഉൾച്ചേർപ്പായി മാറി അതുകൊണ്ടാണെന്നർത്ഥം. അപ്പോൾ വരൾച്ചയെ അതിജീവിക്കുന്നു, കുറഞ്ഞ വിഭവങ്ങൾ. അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ന് സോഴ്സാണ് നമുക്ക് വേണ്ടത്. സോഴ്സ് എന്ന് പറയുന്നത് അതായത് പ്രഭവം, അതിൻ്റെ സ്രോതസ്സാണ്. അതിൽ നിന്നുണ്ടാകുന്നതാണ് റിസോഴ്സ്. ഒരു പുഴ അതിൻ്റെ സ്രോതസ്സാണെങ്കിൽ വെള്ളം അതിൻ്റെ ഒരു വിഭവം മാത്രമാണ്, റിസോഴ്സ് മാത്രമാണ്. പക്ഷേ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, വെള്ളമാണ് പ്രധാനം എന്ന് അറിയുക. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്ന് എല്ലാം കിട്ടുമെന്ന് പറയുന്ന ഒരു ആക്രമണോത്സുകതയുടെ പാഠങ്ങളാണ്, അല്ലെങ്കിൽ അത്യാഗ്രഹത്തിൻ്റെ ശൈലിയാണ് അതുള്ളത്. അപ്പോൾ സ്രോതസ്സ് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ സ്രോതസ്സ് നിലനിർത്താൻ എന്ത് വേണം? മണ്ണ് വേണം. അധികം മണ്ണിന് ബലഭൂയിഷ്ഠ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കുറഞ്ഞ ബലഭൂയിഷ്ഠതയുള്ള ഉർവരത അനുഷ്ഠാനങ്ങൾ തന്നെയാണ് അവരുടെ എല്ലാ കലകളുടെയും, നാടൻ കലകളുടെ അല്ലെങ്കിൽ ഗോത്രകലകളുടെ അല്ലെങ്കിൽ വരകളുടെ സാഹിത്യത്തിലേക്ക് എന്താണ് അതിൻ്റെ സമ്പുഷ്ടീകരണമാണ്. എങ്ങനെ പൊലിക എങ്ങനെ അത് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. നമ്മളെങ്ങനെ സന്തോഷം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്, എങ്ങനെ ആഹ്ലാദിതരാകാൻ നോക്കുകയാണ്. ഫിൻലൻഡിൻ്റെ മാതൃകയാണ്, അവിടെ ഹാപ്പിനെസ് കരിക്കുലമുണ്ട്. അപ്പം അങ്ങനെ നെയ്തെടുക്കുന്ന നമ്മുടെ ഈടുവയ്പ്പുകളിൽ ഒന്നാണ് ഇത് എന്നുള്ളതാണ് ഒരു കാര്യം പറയാൻ. മറ്റൊന്ന് നമുക്ക് പറയാനുള്ള അതിൻ്റെ വൈവിധ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ജൈവ വൈവിധ്യം കൊണ്ടാണ്, കേരളത്തിൻ്റെ ഈ ഭൂപ്രകൃതി കൊണ്ടാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത്, കേരളം ഇത്രയ്ക്കധികം ഏകദേശം 200ഓളം ഇനങ്ങളുള്ള സസ്യവിള വൈവിധ്യത്തിൻ്റെ ഹോം സ്റ്റെഡ് ഗാർഡൻസ് കേരളത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കാസ് പോലെ 643 ഔഷധസസ്യങ്ങളെ പട്ടികപ്പെടുത്തിയിട്ടുള്ളൊരു മഹാപാരമ്പര്യം നമ്മുടെ ഇ.ടി. അച്യുതൻ്റെ ആ വരയിലും അതുപോലെ തന്നെ വർണ്ണനയിലും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു വിള മാത്രമല്ല, അത് ഒരു ഔഷധമായിട്ടും
അവർക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്, ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെയുള്ളത്. അപ്പോൾ വൈവിധ്യം നിലർത്തുക. ഇന്നത്തെ ഏറ്റവും നമ്മുടെ വലിയ പ്രശ്നം എന്താണ്? ആഗോളീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആകെ ഒരു കാര്യം മതി, നിങ്ങളുടെ ഒരു അഭിരുചി മതി, ഒരേ ഭക്ഷണം മതി, അതിന് മറ്റ് ഒരേ കളികൾ മതി എന്നൊക്കെ, അല്ലെങ്കിൽ ഒരേ കമ്പോളം മാത്രം മതി എന്ന് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അതിന് കീഴടങ്ങുന്ന ഒരു രീതിയാണല്ലോ. അതുകൊണ്ടാണ് ഒരുപാട് സാംസ്കാരിക മുന്നേറ്റങ്ങളിൽ ബഹുസ്വരതകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജൈവികതയുടെ ഈ വൈവിധ്യവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരത്തിലുള്ള ചെറുധാന്യങ്ങൾ ഒട്ടും ചെറുതല്ല. ഷുമാക്കർ പറഞ്ഞ പോലെ തന്നെ സ്മാൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ്. ചെറുത് ചേതോഹരം കൂടിയാണ് എന്നുള്ളതാണ്. അതിൻ്റെ വലുപ്പത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ വൈബല്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ കെ വി ദയാനന്ദൻ പറയുന്നത് അറിഞ്ഞത് കടുകോളം അറിയാനുള്ളത് കടലോളം എന്നുള്ളതാണ്. നമ്മൾ ഇനിയും പഠിക്കാത്ത അതിൻ്റേതായ വേരുകൾ, ആരൂഢങ്ങൾ, ഇന്ന് കൂണ് പോലെ മുളയ്ക്കുന്ന വാസ്തവത്തിൽ മില്ലറ്റ് കഫേയും മില്ലറ്റ് സംരംഭങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും അതെന്തിനു വേണ്ടിയാണ്? അതൊരു കമ്പോളത്തിൻ്റെ മറുവശമായിട്ട് 2023 അന്തർദേശീയ ചെറുധാന്യ വർഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു സാധനങ്ങൾ മാത്രമാണ്. അതിന് ഒരുപാട് സംരംഭങ്ങളുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയാം. അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഗുണതയും അതിൻ്റെ അനിവാര്യതയൊക്കെ നമുക്ക് വിളിച്ചോതേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വൈവിധ്യത്തിന് നിലർത്തുക എന്നുള്ളതാണ്. എത്രമാത്രം നമുക്ക് ഭക്ഷണം, നമ്മൾ ഒരു സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് അതില്ലാത്ത കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പലവിധ ഡിഫിഷ്യൻസി ഡിസീസസ്, അപര്യാപ്തത രോഗങ്ങൾ വരുന്നത്, ഇപ്പോൾ രക്തക്കുറവ് വരുന്നത്, വിളർച്ച വരുന്നത്, അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ അഭാവം ഉണ്ടാകുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാതുലവണങ്ങളുടേതായ പോഷണത്തിൻ്റെതായ കുറവുകൾ വരുന്നു. അപ്പം എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്യുക? സന്തുലിതമായ പോഷണത്തിന് അതെങ്ങനെ ഉണ്ടാവുന്നത്? പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചെറുധാന്യ ആധാരിതമായ ജീവിത ശൈലിയും അതുപോലെ തന്നെ ജീവനോപാധികളും തന്നെ നമുക്കൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അത് നിലനിൽക്കുകയുള്ളൂ. കാരണം നമ്മളൊരു സാധനം ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, അത് നമ്മൾ കൃഷി ചെയ്യേണ്ടി വരില്ല. മാത്രമല്ല ഭാഷയിൽ പോലും ഇതൊരു ഭാഷ അടിസ്ഥാനത്തിൽ വേണ്ടിയുള്ള സാഹിത്യ സംരംഭം കൂടിയായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ മൺമറഞ്ഞു പോയി കഴിഞ്ഞാൽ ഭാഷയിൽ ആ പദം ഉണ്ടാവില്ല. അപ്പോൾ ഭാഷയിൽ നിന്ന് തന്നെ അത് പോകും. അല്ലാതെ ഒരു വസ്തു ഇല്ലാതാകുന്നത് മാത്രമല്ല, നമ്മൾക്ക് പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പോൾ നമുക്ക് തന്ത വൈബൊക്കെയാണ് വരുന്നത്. അപ്പോൾ പുതിയ പുതിയ സാധനങ്ങളിലേക്ക് വരും. അത് നല്ലത് തന്നെ, ഒരു യൂണിവേഴ്സലായിട്ട് പുതിയ പുതിയ പദം. പക്ഷെ പഴയത് വന്ന വഴിയും നിന്ന തറയും മറക്കരുത് എന്ന് പറയുന്ന ഒരു സ്മൃതി അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ കൂടി അതിലുണ്ട്. ഇനി ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത് ആധുനിക കൃഷിയും അതിൻ്റെ സാങ്കേതിക വിദ്യകളും അതിൻ്റേതായ രാസവള രാസകീടനാശിനി പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഉന്മൂലനത്തിന് അല്ലെങ്കിൽ ഈ കൃഷിക്ക് അല്ലെങ്കിൽ അവരുടെ ഭക്ഷ്യസുരക്ഷത്തിന് ഇത് വ്യാപകമായിട്ട് കൃഷി ചെയ്തതിന് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ കമ്പോളത്തിൻ്റെ രീതി എല്ലാം വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ അടുക്കളകൾ ഉറങ്ങിക്കിടക്കുകയാണെന്ന് അർത്ഥം. ഒരു ഏകദേശം 2 ലക്ഷം രൂപയെങ്കിലും ചിലവഴിച്ച് കൊണ്ട് ഉണ്ടാക്കുന്ന സാധാരണക്കാരൻ്റെ അടുക്കള നമ്മളെന്താണ് ഒരു ഔട്ടിങ്ങിന് പോകാം എന്ന് പറയുന്നതോടുകൂടി അത് നിഷ്പ്രഭമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മനുഷ്യൻ്റേതായ അവൻ്റെ കൈയും മെയ്യും മനസ്സും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ വാങ്ങിക്കഴിക്കൽ കേവലം ഒരു ഉപഭോക്താവായി ചുരുങ്ങിയ മനുഷ്യനെ ഉൽപ്പാദകനാക്കി എങ്ങനെ മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്നുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു വലിയ പിന്തുണകൾ വേണം. സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ വേണം. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നൊവേഷൻ എന്ന് പറയുന്ന നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ഏകദേശം 650 സ്റ്റാർട്ടപ്പുകൾ തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മില്ലറ്റിൽ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭക്ഷണം ഇപ്പം നമുക്ക് അറിയാം. ഇപ്പോൾ എങ്ങനെയാണ് മനുഷ്യന്മാരിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കുന്നത്, ആ രീതിയിലേക്കുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് തന്നെ മാറ്റുക എന്നുള്ളതാണ്.
ഈ അരി കൊണ്ടോ ഗോതമ്പ് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും, കുക്കീസ് മുതൽ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെ എന്താണ് ഇപ്പോൾ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്കായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം, സൂക്ഷിച്ച് വെക്കാൻ സാധനം ഉണ്ടാക്കാം, എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളായിട്ട് മാറ്റാം. അങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും സചേതനമാകുന്ന നമ്മുടെ ഗോത്ര കലവറകൾ നമുക്ക് നേരിട്ട് ആസ്വദിക്കാവും അനുഭവിക്കാവുന്നതുമായിട്ടുള്ള ഒരു അടയാളമായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പോയിട്ടുള്ള നമ്മൾ പശ്ചിമ ബംഗാളിൽ പോയിട്ടുള്ളപ്പോൾ അവിടുത്തെ ഒരു പാക്കേജിൽ അവിടുത്തെ ഒരു സഫാരി കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു ഗോത്ര കുടിലുകളിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവരുടെ വംശീയ ഭക്ഷണം തരുന്നു, അവരുടെ പെർഫോമൻസ്, അവരുടെ കലകൾ ആസ്വദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോക്കൽ ടൂറിസം എന്ന് പറയുന്ന പ്രാദേശികമായ വിനോദസഞ്ചാരത്തിന് വരുന്ന ആളുകൾക്ക് ഒരു സായാഹ്നം ചെലവഴിക്കാവുന്ന രീതിയിൽ നമ്മുടെ കുടുംബശ്രീ ആയാലും അല്ലെങ്കിൽ ആദിവാസി മേഖലയിലെ സംരംഭകരായാലും അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവിടെ അവരുടെ സാധാരണ ജോലിയും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഈ സന്ദർശകർക്ക് വേണ്ടിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെറിയ തട്ടുകട പോലെയോ അത്തരത്തിൽ, അല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്യുന്ന സാധനം കൊടുക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും. കാരണം നമുക്ക് അതിൻ്റെ വൈവിധ്യങ്ങളായിക്കോട്ടെ, ബഹുവിധമായിട്ടുള്ള സംവിധാനങ്ങളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ അവരുടെ കലാരൂപങ്ങളുടെ അവതരണവും ആകുമ്പോൾ ഇതിൽ പറ്റുന്ന ഇപ്പോൾ തെയ്യം കലാകാരന്മാരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരിവിടെ കിട്ടുന്ന പല സാധനങ്ങളും ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടാണ് കിട്ടുന്നത്. അതിൻ്റെ നാരുകൾ അവർക്ക് കിട്ടാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആർട്ടിഫൈസസ്, കലാപ്രകടനത്തിന് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പച്ചപ്പിൻ്റെ കുതിപ്പിലേക്ക് തന്നെ പോകണം, അല്ലെങ്കിൽ നമ്മുടെ ഈ സസ്യവൈവിധ്യം നിലനിർത്തണം. അതുമാത്രമല്ല, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം, ഇവിടെ നിന്നുള്ള നഗരവൽക്കരണമാണ്. കേരളത്തിൽ ഇനി ഗ്രാമങ്ങൾ ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്ഥിതിവിവരക്കണക്കുകൾ വിസ്തരഭയത്താൽ ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്? യുവതയുടെ കുടിയേറ്റങ്ങളാണ് നഗരത്തിലേക്ക് വരുന്നത്. അതും ഈ കാർഷിക വൃത്തിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവരുടെ പാരമ്പര്യ വിജ്ഞാനം കൈമാറി വരുന്ന ഒരു കാര്യവും എന്താണ്? അടുത്ത തലമുറയിലേക്ക് സംഭവിക്കാതിരിക്കുകയാണ്. നൗ ഓർ നെവർ എന്നുള്ളതാണ് ഈ കാട്ടറിവിൻ്റെ അല്ലെങ്കിൽ നാട്ടറിവിൻ്റെ അടിയാധാരം എന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞിരിക്കുന്നത് തന്നെ എത്രയോ ആളുകൾ ഈ ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായി ഉണ്ടായിരിക്കും. അപ്പം അവരുടെ ആർജിത വിജ്ഞാനം അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത്, അതായത് അവരുടെ കലകളായാലും കൈവേലകളായാലും ഇത്തരത്തിലുള്ള ചികിത്സകളായാലും ഭക്ഷണക്രമമായാലും ആചാരത്തിൽ എന്തുകൊണ്ട് അത് ഉൾപ്പെടുത്തുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചില സാധനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടേതായ ജീവിതചര്യകളിലും ഇതൊക്കെ അനിവാര്യമായ ഘടകങ്ങളാണ്. അതിന് കൃഷി ആവശ്യമാണ്, അതിന് പറ്റിയ സ്ഥലങ്ങൾ അവർക്ക് ആവശ്യമാണ്, അതിനുള്ള സ്കില്ല് അവർക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ വാസ്തവത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ നാട്ടിൻപുറത്ത്, ഇപ്പോൾ ജൈവകർഷക സമിതി ആയാലും നമ്മുടെ കോവിഡാനന്തരമുള്ള ഒട്ടനവധി സംരംഭങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള ഹരിത സംരംഭങ്ങളാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം എന്താണ്? പരസ്പര പൂരകമായ, പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അഗ്രോപ്രണർ എന്നാണ് പുതിയ വാക്ക് എന്നുള്ളതാണ്. എൻ്റർപ്രണർ എന്നുള്ള കാർഷിക സംരംഭകനാണ്. ഇപ്പോൾ നമ്മൾ ഒരു ബാർബർ ഷോപ്പിനേക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനമാണ് ബ്യൂട്ടി പാർലറിലുള്ളത്. അല്ലെങ്കിൽ കേവലം ഒരു കുക്ക് എന്നുള്ള പദത്തിനേക്കാളും എത്രയോ വലിയ പദവിയും അതുപോലെ തന്നെ വരുമാനമാണ് ഷെഫിനുള്ളത്. അങ്ങനെ കേവലം ഒരു കൃഷി വലൻ എന്നുള്ളതിന് പകരമായിട്ട് അവരെന്ത് ചെയ്യണം? അഗ്രോപ്രണർ. അതിനു വേണ്ടിയുള്ള ഒരുപാട് സംരംഭങ്ങൾ കേരള സർക്കാരും അതുപോലെ തന്നെ മറ്റുവിധ ഏജൻസി നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ DWMS പോലുള്ള നമ്മുടേതൊരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ്. DWMS എന്ന് പറഞ്ഞാൽ ഈ സംരംഭകരുടെയും കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലൊക്കെ മാത്രമല്ല വിദേശത്തേക്കുള്ള ഒരുപാട് സംരംഭങ്ങൾ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പാർട്ട് ടൈമായിട്ടും ജോലി ചെയ്യാം, അതോടൊപ്പം ജോലി കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ വ്യാപൃതരായിട്ട് അധിക വരുമാനത്തിന് പറ്റും. അപ്പം അങ്ങനെ ഓരോരുത്തരെയും, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം എന്നൊക്കെ പറയുന്ന കരിയർ ബ്രേക്ക് വന്ന ആളുകളെ, അപ്പോൾ അതും ഇത്തരത്തിലുള്ള കാർഷിക വൃത്തിയിലേക്ക് അവരെ ആകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ആശയമായിട്ട് വരും എന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് തൽക്കാലം നിർത്താം. നിങ്ങളുടേതായ ഇടപെടലുകൾക്കും അല്ലെങ്കിൽ സോഫിയയുടേതായിട്ടുള്ള പ്രതിവചനങ്ങൾക്ക് ശേഷമൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ തുടരുകയും ചെയ്യാം.
ഇപ്പോൾ മില്ലറ്റ് മിഷൻ തുടങ്ങിയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളിലൂടെ ഇത്തരത്തിനെ പ്രൊമോട്ട് ചെയ്യാനും സുസ്ഥിരമാക്കാനും, അതാണ് നമുക്കൊരു കാര്യം ഉണ്ടാക്കിയാൽ പോരാ, അതിൻ്റെ നേട്ടങ്ങളെ സുവിദിതവും സുസ്ഥിരമാക്കണം, അത് സസ്റ്റൈനബിൾ ആക്കണം. ഇപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അത് വിഭാവനം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ അത് നിലനിർത്തണം. കൊയ്തെടുത്ത നേട്ടങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങളും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച കഴിഞ്ഞു വരുന്നത് നമ്മൾ ക്രിയാത്മകതയിലേക്കാണ് പോകേണ്ടത്. സർഗാത്മകമായ ഒരു പദാവലി ഉണ്ടാക്കൽ മാത്രമല്ല, അതിനെ തുടർന്നുള്ള നമ്മുടെ പണിയാളരെ അത്തരത്തിൽ പ്രാപ്തമാക്കാനുള്ള പരിശീലനങ്ങളിലേക്കും അവരെ ഇതിനു വേണ്ടി പ്രബലപ്പെടുത്താനുള്ള സംവിധാനങ്ങളും പ്രചോദിതമാക്കാനുള്ള ഒരു വാതാവരണ സൃഷ്ടിയും, ഒരു എൻവയോൺമെൻറ്റ് ക്രിയേഷൻ, പിന്നെ പിന്തുണാ സംവിധാനവും, അല്ലെങ്കിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഇതിലുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ എങ്ങനെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അവരുടെ അതിജീവനവും ഉപജീവനവും എങ്ങനെ ഉറപ്പാക്കാം എന്നുള്ളതും അതിൽ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഇപ്പോൾ ജൈവ കർഷക സമിതി ഈ കേരളത്തിലുണ്ട്, അവരുടെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അവരൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള മില്ലറ്റിൻ്റെയൊക്കെ കൃഷിയും വ്യാപനവും ഒക്കെ ഉണ്ട്. കാർഷിക വകുപ്പ് തന്നെ എല്ലാ ജില്ലകളിലും മില്ലറ്റ് കഫേ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പ്രോത്സാഹനമുണ്ട്. അതോടൊപ്പം തന്നെ കാദർവാലികൾ, ഡോക്ടർ കാദർവാലിയും സരളാദേവിയൊക്കെ തന്നെ ഏത് അസുഖത്തിനും അവർ ക്യാൻസർ മുതൽ, ക്യാൻസറിൻ്റെ രക്താർബുദം മുതലുള്ള ചികിത്സയ്ക്ക് ഈ 5 ചെറുധാന്യങ്ങളും ചെറിയ ഇലകളൊക്കെ തന്നെ, ഇപ്പോൾ ആ സെഷൻ കഴിഞ്ഞാണ് വംശീയ വൈദ്യത്തിൻ്റെ. അപ്പോൾ അത് തിളപ്പിച്ചിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോകോൾ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റുകളുണ്ട്. അതിലേക്ക് എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ വരുന്ന കൃഷിയെ കുറേയും കൂടി സമ്പന്നമാക്കാൻ പരമ്പരാഗതമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പോരാതെ വരും. അപ്പോൾ അതിൻ്റെ സാങ്കേതികവും യാന്ത്രികതയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതൊക്കെ സാങ്കേതികമായ ഇന്നത്തെ വൈജ്ഞാനികമായ മുന്നേറ്റങ്ങളിലുള്ള, ഇപ്പോൾ വിവരസാങ്കേതിക മുതൽ റോബോട്ടിസം മുതൽ ഇങ്ങനെയുള്ള ഏത് ഘടകങ്ങളൊക്കെയാണോ, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഡ്രോൺ തുടങ്ങിയ സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ട്, അനായാസകരമായി ഇവർക്ക് കൃഷി ഇറക്കാനും അത് സൂക്ഷിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ വേണം. ഇപ്പോൾ നമുക്കറിയാം വന നിയമങ്ങൾ വളരെ പ്രബലമായതോടുകൂടി പണ്ട് അവർ വേലി കെട്ടി കെണി വെച്ച് ഇത്തരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ ശല്യമൊക്കെ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ മാറി വരുന്ന കാലാവസ്ഥയുടെ ആഗോളതാപനത്തിൻ്റെ ഭൂമിയിൽ നിന്നുകൊണ്ടും ഈ നിയമങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ സങ്കീർണതകൾ കൊണ്ടും അതിനൊക്കെ എങ്ങനെയാണ് അത്തരം കുരുക്കുകളിൽ നിന്ന്, ആ പ്രഹേളികളിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ സമസ്യാപൂരണത്തിന് വേണ്ടി എന്ത് യത്നമാണ് നമുക്ക് ചെയ്യാനുള്ളത്? ഒരു സമൂഹം തന്നെ ഏറ്റെടുക്കണം. കാരണം ഇവർ നമ്മുടെ പ്രപിതാമഹന്മാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ മനുഷ്യവംശം ഉണ്ടായത് മുതലുള്ള മുന്നേറ്റങ്ങളിലൂടെ നമുക്ക് ഇന്ന് കാണുന്ന ഈ എല്ലാ സൗകര്യങ്ങളും കൂടി നമുക്ക് കേൾക്കാനും കാണാനും പറയാനും പ്രതിവചിക്കാനും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയ നമ്മുടെ മുൻ തലമുറയിലുള്ള കടപ്പാട് എന്നുള്ള രീതിയിലും നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടത്. അപ്പോൾ അത് അവരുടെ പ്രോട്ടോകോൾ എങ്ങനെയാണ്? അപ്പം ബിൽ മോളിസൻ്റെ പെർമാകൾച്ചർ മുതൽ നമുക്ക് ഇപ്പോൾ അറിയാം സീറോ ബജറ്റ്, പലേക്കരുടെ സീറോ ബജറ്റ് അവരൊക്കെ ചെയ്ത് കൂട്ടുന്ന. അപ്പോൾ മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നമുക്കറിയാം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്തിൽ പോലും ഇത്രയ്ക്ക് മഴയോ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാഞ്ഞിട്ട് പോലും അവരിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചാണ്, കർണാടകയിൽ നിന്നോ തെലുങ്കാനയിൽ നിന്നോ നമുക്ക് വരുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് വെള്ളമോ സൗകര്യങ്ങളോ ഇല്ലയെന്ന് നമുക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേലിലെ കൃഷി രീതി, അത്തരം ഏറ്റവും കൂടുതലുള്ള മേന്മവൽകൃതമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും മറ്റു ഒരുപാട് സന്നദ്ധ സംഘടന ഈ രംഗത്തുണ്ട്. അവരുടെയൊക്കെ സംയോജിതമായ ശ്രമത്തിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി ഞാൻ തൽക്കാലം വിരാമം വിടുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടി കനപ്പെട്ട വിലയേറിയ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഇതിനെ. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നേരത്തെ പരിചയപ്പെടുത്തിയാണ്, അവർക്ക് ഒരുപാട് പറയാനുണ്ടായിരിക്കും. നന്ദി. നമസ്കാരം, എൻ്റെ പേര് സോഫിയ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൃത്താസിൻ്റെ പ്രോഗ്രാമിന് വരുന്നത്. എനിക്ക് ഈ വേദി എന്നതിന് കൃത്താസിനോട് ആദ്യം നന്ദി പറയുന്നു. ഞാൻ മില്ലറ്റ്സ് കൂടി വരുന്ന അസുഖങ്ങളുടേത്, മില്ലറ്റ്സ് നല്ല ന്യൂട്രിയൻസ് ആണ്.
ഇത് എങ്ങനെ കഴിക്കാൻ പറ്റും, അതായത് ഹൗ ടു ടേക്ക് ദ മില്ലറ്റ്സ് ഇൻ ടേസ്റ്റി വേ എന്നുള്ളതായിരുന്നു എൻ്റെ പഠനം കൂടുതലും. അവസാനം എൻ്റെ പഠനം അവസാനിച്ചത് അട്ടപ്പാടിയിലായിരുന്നു. അട്ടപ്പാടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് തന്നെ അവരുടെ മെയിൻ ഫുഡ് ഇതായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ മില്ലറ്റ് ഗ്രാമം എന്ന് പറയുന്നത് അട്ടപ്പാടിയാണ്. പക്ഷെ അവിടെയും ആ മില്ലറ്റ്സിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം നമ്മുടെ മോഡേൺ ഇതെല്ലാം അരികളെല്ലാം വരുന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരതിലേക്ക് മാറാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും അവിടെ തനതായ രീതിയിൽ അത് കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വസ്തുത എന്താണെന്ന് വെച്ചാൽ അവർ റാഗി, തിന, ചാമ ഇത് മൂന്നും ഒന്നിച്ചിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് ആദ്യം തിന മുളയ്ക്കും, അത് കഴിഞ്ഞ് റാഗി വരും, അത് കഴിഞ്ഞ് അത് 2 മാസം കഴിയുമ്പോൾ തിന വരും, 4-ാം മാസത്തിൽ റാഗി വരും, 6-ാം മാസത്തിൽ ചാമ വരും. അവർക്ക് അതിൻ്റേതായ വിത്തുകളുണ്ട്. അപ്പോൾ അവർ ആ സീസണിലാണ് ആ ഫുഡ് കഴിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല ലോങ് ഏജും ഉണ്ടായിരുന്നു, അവർക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തുകൊണ്ട് അവരത് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തുകൊണ്ട് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കാതായിരിക്കുന്നു. അപ്പോൾ ഇത് ഓരോ സീസണിലും അതിൻ്റെ അന്നന്ന് കിട്ടുന്ന സീസണൽ ഫ്രൂട്ട്സാണ് അവർ കഴിച്ചിരുന്നത്. അപ്പോൾ ഇത് തന്നെ നോക്കിയപ്പോഴാണ് ഇവരുടെ അട്ടപ്പാടിയിൽ നിന്ന് കൂടുതൽ വെർജിൻ മണ്ണുണ്ട്. അതുപോലെ തന്നെ അവിടെ സിരുവാണിപ്പുഴ ഒഴുകുന്നുണ്ട്. സിരുവാണിപ്പുഴ എന്ന് വെച്ചാൽ വേൾഡ്സ് ടേസ്റ്റ് സെക്കൻഡ് വാട്ടറാണ്. അതിലുണ്ടാക്കുന്ന ഫുഡുകൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഓരോന്നും പഠന ഗവേഷണം ഓരോന്നും പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെല്ലാത്തിനും അവരുടേതായിട്ടൊരു സയൻസ് ഉണ്ട്, അവരുടേതായ രീതിയുണ്ട്. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ എല്ലാവരും മില്ലറ്റിയറായിട്ട്, ഞാനിതിനെ പഠനം തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി. എല്ലാവരും മില്ലറ്റിയറായിട്ട് എല്ലാവരും വിചാരം ഇത് മില്ലറ്റൊന്ന് വെറുതെ പൾവറൈസ് അല്ലെങ്കിൽ പൊടിക്കണ മെഷീനിലിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുപൊടിയായി എന്നാണ്. അതല്ല, അത് തെറ്റാണത്. ചിലർ പറയും എനിക്ക് ചാമ കഴിച്ചാൽ വയറ് സ്തംഭിക്കുന്നു എന്നുള്ളത്. അതിന് കാരണം ഇതിന് ന്യൂട്രിയൻസും ആൻറ്റി ന്യൂട്രിയൻസും ഉണ്ട്. അതിൽ ഇതിൻ്റെ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ ആൻറ്റി ന്യൂട്രിയൻസ് നമ്മൾ തടയണം. അത് നോക്കിയപ്പോൾ ആ ആൻറ്റി ന്യൂട്രിയൻസ് നമ്മൾ സോക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൽ ഫൈറ്റിക് ആസിഡായി മാറുന്നു. ഇതെന്തുകൊണ്ട് ഇവർ ആദിവാസികൾ ഇത് തലേദിവസം ഇവർ വെള്ളത്തിലിട്ട് വെക്കുന്നു? അവർ പറയുന്നത് ഇത് അതിനായിട്ട് പോകുന്ന വേവാതെന്ന്. അതല്ല കാര്യം. അതിൽ ഫൈറ്റിക് ആസിഡായിട്ട് മാറി അവർക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. നമ്മളിപ്പം മോഡേണിൽ പോയി കുറച്ചെടുത്ത് പ്രഷർ കുക്കറിലിട്ട് വിസിലടിക്കും, ഉപയോഗിക്കും. അപ്പം നമുക്കത് ദഹിക്കുന്നില്ല അത്. അപ്പോൾ ഇതിൻ്റെ അതേപോലെ തന്നെ എല്ലാവരും പറയും അത് പോയിട്ട് അവർ ഇത് മറ്റും മില്ലറ്റ്സുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത്. ശരിക്കും ഡോക്ടർ കാദർവാലി അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കരുത്. ശരിയാണ്, ആദിവാസികൾ അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാറില്ല അവരത്. അതേപോലെ തന്നെ ഇത് റൈസും ഗോതമ്പും ഇട്ടിട്ട് കഴിക്കുന്ന. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് 2 പൊറോട്ടയും കഴിച്ചിട്ട് ഒരു മില്ലറ്റിൻ്റെ എന്തെങ്കിലും കഴിച്ചാൽ പോരെ? അതും തെറ്റാണ്. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഓൾഡ് ടെക്നോളജി അവർ പഴയ കാലത്ത് ഇതെങ്ങനെ ഉപയോഗിച്ചിരുന്നു അത് പഠിക്കണമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ തന്നെ പോയിരിക്കണം, അവരുടെ കൂടെ തന്നെ ഇരുന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ മോഡേൺ ആയിട്ടുള്ളത് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഹൗ ടു ടേക്ക് ദ മില്ലറ്റ്സ് ഇൻ ടേസ്റ്റി വേ എന്നുള്ളത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് സസ്റ്റൈനബിലിറ്റി. ഇത് ഞങ്ങളിപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നത് ആകെ അവിടെ എല്ലാവരും കൃഷി ചെയ്യുന്നത് അത് നില ഒഴുകും, വിത്തിടും, പിന്നെ കഴിഞ്ഞാൽ ചാണകം ഇട്ടാലായി. അവർ മഴയെ നോക്കുന്നുള്ളൂ. അവരുടെ കമ്പളം കെട്ടുന്നുള്ളൊരു ഉത്സവമുണ്ട്. കമ്പളം കെട്ടുന്നത് അതൊരു വിത്തുത്സവമാണ്. മെയ് കഴിഞ്ഞ ശേഷം അവർ നടത്തുന്നത്. അവർക്കൊരു 3-4 മഴ കിട്ടിയാൽ മതി. അത് ഭയങ്കര ആചാരമായിട്ടാണ് അവർ ചെയ്യുന്നത്. അവർ ആ സമയത്ത് വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരും ഭയങ്കര നോമ്പ് നോറ്റിട്ടാണ് ഇത് കൊണ്ടുപോകുന്നതും ഈ കമ്പളം കെട്ടിൻ്റെ ഉത്സവം അത് ചെയ്യുന്ന വിത്തുത്സവം വിത്തിടൽ ഇത് നടത്തുന്നത് ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. കാരണം അവരത് അത്രയും അതിനെ ആദരിച്ചിരുന്നു, അല്ലെങ്കിൽ ബഹുമാനിച്ചിട്ടാണ് അവരതിനെ കൊണ്ടുപോയിരുന്നത്. അപ്പം നമ്മളതെല്ലാം പോയി ഇപ്പോഴത് ചെയ്യുന്നുണ്ട് അവരത്. അപ്പം നമ്മൾ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ടത്. അവരിപ്പോൾ എന്തുകൊണ്ട് അതിങ്ങനെയൊക്കെ ആ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോന്ന് പ്രവർത്തിക്കാനായിട്ട്. അതേപോലെ തന്നെ അത് വിത്ത് തിരഞ്ഞെടുക്കുന്നത് മണ്ണൂർക്കാരൻ എന്ന് പറഞ്ഞൊരാളുണ്ട് അവിടെ. ആ മണ്ണൂർക്കാരൻ തീരുമാനിക്കും എന്ത് വിത്ത് ഇടണം, എപ്പോൾ ഇടണം എന്ന്. കാരണം ആ മണ്ണൂർക്കാരനെ മണ്ണിനെ പഠിച്ചിട്ടുള്ള ആളവിടെ. അയാൾക്കറിയാം ആ മണ്ണെന്തിൽ എന്താ ഇടണ്ടേന്നുള്ളത്. ഇതൊക്കെ പുതിയതായിട്ട് നോക്കുമ്പോൾ അതെങ്ങനെയാണ്
നമ്മൾ കൃഷിഭവനിൽ പോകുന്നു, ഇന്നിതിടണം, ഇത്തരം വളമിടണം, അവർ വേറെ പ്രത്യേകിച്ച് അവർ രാസവളമൊന്നും അവർ ഇടാറില്ല. അപ്പോൾ അവിടെ കിട്ടുന്ന സാധനത്തിൻ്റെ ടേസ്റ്റും നല്ല വ്യത്യാസവും ഉണ്ടത്. നമുക്കങ്ങനെ ഓരോന്നും ഓരോന്നും പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഓരോ ഇതും മനസ്സിലാവുന്നത്. അതുപോലെ രാജസ്ഥാനിലൊക്കെ മുമ്പ് പേൾ മില്ലറ്റാണ് കൃഷി ചെയ്യുന്നത്, അവർ ബജ്ര റോട്ടി. അതുപോലെ തന്നെ ബീഹാർ അവിടെയൊക്കെ ജവാർ റോട്ടി. ഇതൊക്കെ അവരുടെ തനതായ ഭക്ഷണ രീതികളായിരുന്നു. ഇപ്പം തമിഴ്നാട്ടിൽ കമ്പങ്കോള്, ഇതൊക്കെ അവർ ചൂട് സമയത്ത് ഉപയോഗിച്ചിരുന്നത്. ഈ കമ്പങ്കോൾ എന്നൊരു കഴിക്കുന്നത്, അതായത് പേൾ മില്ലറ്റ് എന്നുള്ള സാധനം, അത് 2 ദിവസത്തെ പ്രോസസ്സാണത്. അവർ വെള്ളത്തിലിട്ട് ഇതാക്കി, അതിന് നല്ല അയൺ കണ്ടൻറ്റ് ധാരാളമുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ ചൂട് സമയത്ത് നമ്മുടെ ബോഡി തണുപ്പിക്കാനായിട്ട് അത് വളരെ നല്ലതാണ്. അതേപോലെ ഇവിടെ എല്ലാവരും അട്ടപ്പാടിയിലല്ല, ഇപ്പോഴും അതെ, ആദിവാസി സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ റാഗിയാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. നമ്മ ചെറുതായിരിക്കുമ്പോൾ റാഗി കൊടുത്തത് മാത്രം ശീലമുണ്ട്, നമുക്ക് ഓർമ്മയുണ്ട്. അവർ പ്രസവിച്ച സ്ത്രീകൾക്ക് റാഗിയാണ് കൊടുക്കുന്നത്. റാഗിയിൽ കാൽസ്യം കണ്ടന്റ് ധാരാളം ഉണ്ട് കുട്ടികൾക്ക്. അവരെല്ലാം നല്ല പയറ് പോലെ മല ഓടിക്കയറുന്നതൊക്കെ ഇത് കഴിക്കുന്നതുകൊണ്ടായിരുന്നു അത്. അപ്പോൾ വീണ്ടും നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ നമ്മൾ അതേപോലെ ആ സസ്റ്റൈനബിലിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയേ തീരുള്ളൂ. നമ്മൾ ആ കൃഷി തിരഞ്ഞെടുത്ത് അത് ഏത് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് നമ്മൾ അത് വളർത്തിക്കൊണ്ടുവരണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇതിനാണെങ്കിൽ നമ്മൾ സാധാരണ അരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര വെള്ളം ആവശ്യമുണ്ട്, അതിൻ്റെ 10-1 മതി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇവിടെ എപ്പോഴും അവിടെ അട്ടപ്പാടി കൃഷി ചെയ്യുന്നത് അവരതിടും, പിന്നെ കഴിഞ്ഞിട്ട് കൊയ്യാറായിട്ടേ കൊയ്യാൻ നേരത്തെ അത് പോയി നോക്കാറുള്ളൂ. അതിൽ കുറേ പശി തിന്നിട്ടുണ്ടാവും, ഇതാക്കിയിട്ടുണ്ടാവും. അവർക്ക് ആവശ്യം അവരുടെ വേലി കെട്ടി കൊടുക്കുക, ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. അതേപോലെ തന്നെ അവർ താമസിക്കുന്ന അതൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് വേണം അവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. അതിൻ്റെ ഇടയിൽ കയറി നമ്മൾ ഓരോന്ന് കുത്തിത്തിരികുമ്പോഴാണ് അതിൻ്റെ അത് ഒരു ഡൈവേഴ്സിഫിക്കേഷനും അവർ ഡിസ്റ്റർബ് ആവുന്നത്. അവർ ഡിസ്റ്റർബ് ആവാതെ നമ്മളതിനെ നിലനിർത്തിക്കൊണ്ട് അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് അത് കൂടുതൽ കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്യണം. എൻ്റെ ഇതിൽ അട്ടപ്പാടിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, വെറുതെ വേസ്റ്റായി കിടക്കുന്നത്. ഇതിൽ ധാരാളമായിട്ട് നമുക്ക് ഈ മില്ലറ്റ്സ് കൃഷി ചെയ്യാൻ പറ്റും. നമുക്ക് സൗത്ത് ഇന്ത്യക്ക് ആവശ്യമുള്ള മുഴുവൻ കൃഷികളും അവിടെ നമുക്ക് ഇറക്കാൻ പറ്റും. അതിലൊരു ചെറിയ ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ വിത്തുകൾ ഫ്രീ ആയിട്ട് കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നു. ഇറ്റ് വിൽ ടേക്ക് ടൈം, ഒരു 5 വർഷമെങ്കിലും എടുക്കുമായിരിക്കും അതൊക്കെ. അതേപോലെ തന്നെ അവിടുത്തെ മണ്ണും വെള്ളമൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അരി വ്യാപകമാകുന്നതിന് മുമ്പ് നമ്മളും ഇതൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു, നമ്മുടെ തലമുറയും ഇത് തന്നെ ഉപയോഗിച്ചിരുന്നത്. അവർക്കൊന്നും ഇത്രയും അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ മെയിനായിട്ട് ഡയബറ്റിക് വരുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ്. പിന്നെ ഗോതമ്പും മൈദയും കൂടുതലും, അത് ഷുഗർ വന്നാൽ ആദ്യം പറയും ഗോതമ്പ് കഴിക്കാൻ പറയും, പക്ഷെ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണത്. ഈ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ സാധനം ഗട്ടിനെ വളരെയധികം ശല്യം ചെയ്യുന്ന ഒരു സാധനമാണത്. അത് നമുക്ക് പലർക്കും അറിയില്ല. പലരും ഗ്ലൂട്ടൻ അലർജി ആണെന്നവർ മാത്രം മാറ്റി നിർത്തും. അതല്ല, ആ ഗോതമ്പും മൈദയുടെയും ഉപയോഗം നമ്മൾ പരമാവധി കുറച്ച് നോക്കുക. അല്ലാതെ അത് വേണ്ടാന്ന് വെച്ച് നോക്കിക്കേ, നമ്മുടെ പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാവില്ല. അരി നമ്മ മട്ടരി കഴിച്ച് ചോറ് കഴിക്കും, നമ്മുടെ തനതായ ഫുഡാണ്, അത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഈ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഗോതമ്പിനെയും മൈദയുമാണ്. അതിന് പകരം നമ്മൾ കൂടുതൽ മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യവാന്മാരാകും, നല്ല ലോങ് ലൈഫ് കിട്ടും, നമ്മൾ ഹെൽത്തി ആയിരിക്കും, നമുക്ക് അസുഖങ്ങളിൽ നിന്നൊക്കെ മാറാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ ഖാദർ വാലിയുടെയൊക്കെ നമ്മൾ പഠനങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ. അതുകൊണ്ട് നമ്മൾ അതിനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ളത് ചോദിക്കാം. അവതരണങ്ങൾ ഞാൻ വി കെ ശ്രീധരൻ, അതുപോലെ തന്നെ സോഫിയ, വേറെ 2 പേർക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിലും ഇവിടെ നമുക്ക് സമ്പന്നമായ സദസ്സുണ്ട്, അവരുടെ നിരീക്ഷണങ്ങൾ നമുക്ക് കേൾക്കാം. ശരി മാഷ്. അപ്പോൾ ഒന്നെനിക്ക് സാറിനോടാണ് ഈ അഗ്രിപ്രനർ, അതെനിക്ക് വളരെ ഇഷ്ടമായ ടേം, എനിക്കിഷ്ടമായി. അപ്പോൾ എങ്ങനെയാണ് ഓൺട്രപ്രനറിന് എങ്ങനെയാണ് അഗ്രിപ്രനർ ഡിഫറൻ്റ് ആയിരിക്കുന്നത്? പലപ്പോഴും നമ്മളൊരു ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള സംരംഭങ്ങളെ നമ്മൾ ഓൺട്രപ്രനർ എന്ന് പറയുന്നതിലാണ് നമ്മൾ പൊതുവിൽ പെടുത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിനി അഗ്രിപ്രനർ തമ്മിലൊരു വേരിയേഷൻ എങ്ങനെയാണ് ആ ഒരു തലത്തിൽ, അതൊന്ന്. പിന്നെ മറ്റെനിക്ക് മേഡത്തോടാണ് ഒന്ന്, നമ്മൾ
പാരമ്പര്യമായിട്ടുള്ളത് പ്രധാനമായിട്ടും ഗോത്രജനതയുടെയൊക്കെ കലർപ്പില്ലാത്ത, യാതൊരു കീടനാശിനി ഇല്ലാത്ത ഭക്ഷണമൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ പൊതുവിലുള്ള നമ്മുടെ പാഠ്യ പദ്ധതിയിലൂടെ ആയാലും പൊതുവിലുള്ള മാധ്യമങ്ങളുടെ ആയാലും ഒക്കെ നമ്മൾ വിനിമയം ചെയ്യുന്നതെന്ന് പറയുന്നത് അവയൊക്കെ മോശമാണ് എന്നൊരു തലത്തിലുള്ള സാധനമാണ് വരിക. അപ്പോൾ ഏതൊക്കെ തലങ്ങളിൽ ഇവിടെ മേന്മ നിലനിർത്തേണ്ടതുണ്ട്, അവ തുടരേണ്ടതുണ്ട് എന്ന് ഏതൊക്കെ പല തലങ്ങളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്താലേ ഇവ നിലനിന്ന് പോവുകയുള്ളൂ. അത് ഏതൊക്കെ തലങ്ങളിൽ നമുക്ക് ഈ തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ്, ആ ഒരു മൂവ്മെൻറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു. അതെങ്ങനെയൊക്കെ നമുക്ക് അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ മുന്നേറുന്നത് ഇത്തരത്തിലുള്ള സമൂഹത്തിലെ യഥാർത്ഥത്തിലുള്ള നിരീക്ഷണം, അതുപോലെ തന്നെ അവരുടെ ഇടപെടൽ കൊണ്ടാണ്. ഇതൊരു ഏകമാർഗ ഗതാഗതമല്ല, വൺ വേ ട്രാഫിക് അല്ല. ഈ സെഷൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ഇപ്പോൾ ഇത് 1 മണിക്കൂർ കൊണ്ടുള്ള സംവാദം ഇവിടെ പര്യവസാനിക്കുമെങ്കിലും സമൂഹത്തിൻ്റെ അതിൻ്റെ ഒച്ച, അതാണ് ഇതിൽ പറയുന്നത് അല്ലേ, അലയടികൾ വീണ്ടും ഉണ്ടാകണം. ഇത് ഇവിടുത്തെ സന്ദേശം നമ്മൾ ആവാഹിച്ച് കൊണ്ടുപോയിട്ട് സ്വപരിസരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിൽ ഒക്കെ ഇത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സാധാരണ എൻ്റർപ്രണറും അഗ്രിപ്രണറുമായിട്ടുള്ള വ്യത്യാസം എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ ദാണാപ്പടിയിൽ വാണിയും വിജിത്തും എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരുണ്ട്. BSc അഗ്രികൾച്ചർ കഴിഞ്ഞ ഒരു കുട്ടിയാണ്, ആക്ടിവിസ്റ്റാണ്. അവർ നേരെ കൃഷി ഓഫീസറായിട്ട് ജോലിക്ക് പോകുകയല്ല അവർ ചെയ്തത്. പകരം അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ആ കൃഷിപ്പാടങ്ങളുടെ പ്രയോഗവൽക്കരണം നടത്തിക്കൊണ്ട് കേരളീയമായ കൃഷിയും അതിൻ്റെ മൂല്യങ്ങളും സംസ്കാരവും നമ്മുടെ ഭക്ഷണ രീതിയും അതോടൊപ്പം തന്നെ നമ്മുടെ വിനോദോപാധികളും ഒക്കെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള അതിൻ്റെ ഇഴയടുപ്പം വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. അപ്പോൾ കൃഷിയും അതുപോലെ തന്നെ ഭക്ഷണവും കലയും സംസ്കാരവും നമ്മുടെ ഉത്സവങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളുടെ ഇപ്പോൾ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്ന് പറയുന്ന ആ വിള ഇറക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഞാറ്റുവേലകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, കന്നിക്കൊയ്ത്ത്, ചിങ്ങക്കൊയ്ത്ത് ഉണ്ടാകുന്നു, ഓണം വരുന്നു. അടുത്തത് നമുക്ക് വരുന്നത് തിരുവാതിരയാണ്, വിരിപ്പിൻ്റെ വരുന്നത്. പിന്നെ വരുന്നത് നമുക്കറിയാം മേടം, വിഷു. ഇങ്ങനെ തുടങ്ങിയിട്ട് ആണ്ടർതികളും കൃഷിയും അതിൻ്റെ സീസണാലിറ്റി, അതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. എങ്ങനെയാണ് ഒരു സീസണൽ ഫുഡ്, താളും തകരും മുമ്മാസം എന്ന് പറയുന്ന നമ്മുടെ അടുക്കളപ്പാട്ടിനെ എങ്ങനെയാണോ നമ്മുടെ ഗാർഹികതയുടെ ഒരു വലയിൽ നെയ്തെടുത്ത് അതിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല, ഈ പറഞ്ഞതിലേക്ക് വരാൻ കാരണം അവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പഴം നമ്മളെപ്പോഴും പറയുന്നത് പാളംകുടം പഴം അങ്ങ് പഴുത്ത് കൂടുതലായി പോകുന്നു, അല്ലെങ്കിൽ ഏത്തപ്പഴം പഴുത്ത് പോകുന്നു എന്നൊക്കെ പറയുകയാണ്. പലതും വിഭവങ്ങളും മോശമായി പോകുന്നു അല്ലെങ്കിൽ കേടായി പോകുന്നതാണ്. അത് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും കുറേ കൂടി അവരെന്ത് ചെയ്തു, വാല്യൂ അഡീഷൻ വരുത്തി എന്നുള്ളതാണ്. പഴം വെറുതെ നമുക്ക് നുറുക്കി വെച്ച് ഉണക്കാം, അല്ലെങ്കിൽ ഡ്രയറിൽ വെച്ച് ഉണക്കാം. അപ്പോൾ 2 ഗുണമാണ് അതിന് കൂടെ. ഒന്ന് സൂര്യപ്രകാശത്തിൻ്റെ കിട്ടുന്നു. യാത്രാവേളകളിലൊക്കെ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് കുട്ടികൾ പഴം കഴിക്കാറില്ല. പൊതുവെ പഴം കഴിക്കില്ല പല ആളുകളും. കുട്ടികൾ പഴം കഴിക്കുന്നതിന് പിറകിൽ നിന്നാണ്. പഴം കഴിക്കണം എന്നുള്ളത് നമുക്കറിയാമല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതിന് പകരമായിട്ട് അവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴം ഉണക്കി വയ്ക്കും. ഇങ്ങനെ നെടുകയും കുറുകയും 2 രീതിയിലുണ്ട്. അത് ഒരു വാല്യൂ അഡീഷനായിട്ട് അവർ സൂക്ഷിച്ച് വയ്ക്കും. അവരെ കടകളിൽ അവർ ചെയ്യുന്നത് വെച്ചാൽ കൃഷിക്കാരൻ നിന്ന് എത്ര രൂപയ്ക്കാണോ ഉൽപ്പന്നം വാങ്ങിക്കുന്നത് അതിൻ്റെ വില എഴുതി വയ്ക്കും. കേരളത്തിൽ ഒരു സ്ഥലത്ത് എഴുതി വയ്ക്കില്ല. അത് അവരെത്ര രൂപയ്ക്കാണോ ആ ഉൽപ്പന്നം കൊടുക്കുന്നത് എന്നുള്ളത് അവിടെ എഴുതി വയ്ക്കും. അത് മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങളായിട്ടും മിക്കോ ഷോപ്പിലൂടെയും വയ്ക്കും. അവർ 500ഓളം അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ നെറ്റ്വർക്കിൽ നിന്ന് അവരുണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ് കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും, എല്ലാ കൃഷിയും ചെയ്യുക. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഒരാൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ തക്കാളിയാണ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾക്ക്, അതാണ് നമ്മുടെ കൂട്ടായ്മകൾ, OSA തുടങ്ങിയുള്ള നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം ആരെങ്കിലും ഒരാൾ ചെയ്യുക, വേറൊരാൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ആഘോഷങ്ങൾ, നമ്മൾ ഇപ്പോൾ ഓണമാണെങ്കിലും മറ്റു എല്ലാവരും, ഒരാൾ സാമ്പാർ വയ്ക്കുന്നു, ഒരാൾ അരി വയ്ക്കും, ഇങ്ങനെ തുടങ്ങിയിട്ട് പരസ്പരം പങ്കുവെക്കുകയും അതിനെ സമ്പന്നമാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, നെയ്തെടുക്കുന്ന ആ ഒരു വിഭാവന രീതി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പല ആളുകൾക്ക് അവരുടെ പ്രദേശത്തിനനുസരിച്ച് ആ സീസൺ അനുസരിച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ,
എല്ലാവരും വെണ്ടയ്ക്ക ഉണ്ടാക്കുക, എല്ലാവരും പയറുണ്ടാക്കുക, എല്ലാവരും കൊള്ളി ഉണ്ടാക്കുക, എല്ലാവരും ചെറുധാന്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. അവിടുത്തെ സവിശേഷതകളും പ്രാദേശിക, അതായത് ഡിമാൻഡ് ഡ്രിവൺ അങ്ങോട്ടും കൂടി കാര്യങ്ങളുണ്ട്. അങ്ങനെ അവരുണ്ടാക്കിയിട്ട് ഏറ്റവും വലിയ അവർ ലിവിങ് പാർട്ട്നേഴ്സാണ്, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഇനി കുറച്ചും കൂടി പറയാം. ഇതിന് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഇൻക്യുബേഷൻ സെൻ്ററുകളുണ്ട്. ഇപ്പോൾ സമയമായിട്ടുണ്ട്. ഏപ്രിൽ മുതൽ നിങ്ങൾക്ക് ഒരു ആശയം കൊടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ തരും. ഗ്രാൻഡാണ്, തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ കാർഷിക മേഖലയിലോ മറ്റൊക്കെ എന്ത് മേഖലയിലായാലും ഒരു പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, പല ആളുകളും ഈ പ്ലാന്റ് ജനോം അവാർഡ് കിട്ടിയ പല ആളുകളും ജാതിയുടെ, ഞങ്ങളുടെ ചാലക്കുടിക്കാരനായിട്ടുള്ള ആ ഒരു കൃഷിക്കാരൻ എന്ത് ചെയ്തു, പുതിയ ഇനം ജാതിയുടെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തെങ്ങ് കയറ്റ യന്ത്രം എന്ന് പറഞ്ഞ ഒരു ഇന്നോവേഷനാണ്. അപ്പോൾ ഒരു പ്രോട്ടോടൈപ്പോ ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ജനിതകമായ ഒരു സാധനമോ ഇന്നോവേറ്റീവായിട്ടൊരു സ്റ്റാർട്ടപ്പായിട്ടുള്ള ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 25 ലക്ഷം രൂപ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുമെന്നുള്ളത്. പിന്നെ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഇത് കൊണ്ടുവരിക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 വരെയുള്ള കുട്ടികൾക്ക് കുട്ടി കർഷകനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ +2 കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 25,000 രൂപ സംസ്ഥാന തലത്തിലുള്ള അവാർഡ് കിട്ടും. മാത്രമല്ല ആ കുട്ടിക്ക് BSc അഗ്രികൾച്ചറിന് എൻട്രൻസ് ഇല്ലാതെ ഒരു സീറ്റ്. അതാണ് കാർഷിക സംരംഭകത്വം എന്ന് പറയുന്നത്. വീട്ടിൽ ഒരു സാധനവും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പാഴാക്കി കളയേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഓരോ സാധനങ്ങളും അറിയാലോ, വാല്യൂ അഡീഷൻ, റീസൈക്ലിംഗ്, സൈക്ലിംഗ് ഒക്കെ വളരെ ഇതാണ്. അപ്പോൾ അതിനെ കുറേയും കൂടി മൂല്യാധിഷ്ഠിതമുള്ളതും അതിൻ്റെ സൂക്ഷിപ്പ് കാലം കൂടാനുള്ള കാര്യങ്ങളും, അത് ഏത് സമയത്താണ് അതിന് ഡിമാൻഡ് വരുന്ന ആ സമയം വരെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ സമയത്തേക്ക് വിൽക്കാൻ കഴിയാവുന്ന രീതിയിലാക്കി തീർക്കുക. അതിന് ഏറ്റവും വലിയ നവീനമായ സാങ്കേതികവിദ്യയും ആധുനികമായ കൃഷി സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കിട്ടാവുന്ന പ്രൊജക്റ്റുകളുടെയും ഒക്കെ തന്നെയുള്ള സംവിധാനങ്ങളെ കൂടുതലായിട്ട് സമ്പന്നമാക്കിക്കൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ കാർഷിക സംരംഭകനാകാൻ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം നമുക്കറിയാം GI ടാഗ്, ഭൗമ സൂചിക എന്ന് പറയുന്നത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അനുസരിച്ച് ഭൗതിക സ്വത്തവകാശ പ്രകാരം നമ്മൾ ഒരു പ്രത്യേക ഒരു സാധനം കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷത അനുസരിച്ച് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പം ഏറ്റവും അവസാനം കൊടുങ്ങല്ലൂരിച്ച പൊട്ടുവെള്ളരിക്കാണ് ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ആറന്മുള കണ്ണാടി മുതൽ ഇപ്പോൾ നമുക്ക് അമ്പലപ്പുഴ പായസവും രാമശ്ശേരി ഇഡലിയൊക്കെ ഉണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ കാര്യമായിട്ട് കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാക്കിയിട്ട് അവർക്ക് കിട്ടിയപ്പോഴുള്ള പാറ്റൻറ്റുകൾ GI ടാഗ് കിട്ടിയിട്ടില്ല. അപ്പോൾ അട്ടപ്പാടിയിലെ ഒരു ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇപ്പം മാംഗോ സിറ്റിയൊക്കെ ഉണ്ടായല്ലോ, നമ്മൾക്ക് പറയാലോ, അതിൽ നിന്ന് തന്നെ എങ്ങനെ എത്രമാത്രം വൈവിധ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതൊക്കെ ഈ സംരംഭകത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ പുട്ട് ചുട്ട് കഴിഞ്ഞാൽ എനിക്ക് പുട്ട് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയും. ആ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ക്യാരറ്റ് ചിരണ്ടിയിട്ട്, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, കണപ്പൂട്ടുണ്ടാക്കുമ്പോൾ ആദ്യം ഒരു ഭാഗം ക്യാരറ്റ് ചിരകിട്ടു, അറിയാലോ, സ്ക്രാപ്പറിൽ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, മില്ലറ്റിന് വേണ്ട അരിപ്പൊടി ഇടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്താണ് മറ്റേ ചുവന്നത്, റാഗിയല്ല, ഈ ക്യാരറ്റ്, ഇപ്പോൾ ഈ മറ്റേതില്ലേ, ബീട്രൂട്ട് കൊണ്ട് സ്ക്രാപ്പ് ചെയ്തു, അത് കളറായി. പിന്നെ കുറച്ച് റാഗി ഇട്ടു, പിന്നെ ഗോതമ്പ് ഇട്ടു, എന്നിട്ട് പുട്ടുണ്ടാക്കി കൊടുത്തേ, ഇഷ്ടമുള്ള കറി കൊടുത്ത് നോക്കിയേ. അപ്പം അങ്ങനെ ആകർഷണീയമാക്കാന്നർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ തന്നെ വൈവിധ്യവും ഇതിനെ നിലനിർത്താനുള്ള, എന്നാൽ നമുക്ക് വേണ്ട ആവശ്യം ഘടകങ്ങളെ, സമീകൃതമായ ആഹാരം 7 ഘടകങ്ങൾ വേണമെന്ന് എല്ലാവരും പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതൊക്കെ മറക്കും. ഈ വെറുതെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുക, അതാണ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കരുതുന്നത് പണി വേഗം കഴിയണം, കഴിക്കുന്ന ആളുടെ പണി വേഗം കഴിക്കണമെന്നേ ഉള്ളൂ. ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് എന്താണ് അത് ഇത് കിട്ടാനുള്ളതെന്നല്ല നോക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇത് കഴിക്കുന്ന വഴി നമ്മൾക്ക് അറിയാലോ, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ സന്തതി പരമ്പരകൾ ഇതിൽ നിന്നാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ ഭാവി തലമുറകൾ, ഇന്നിപ്പോൾ മാത്യു വൈദ്യൻ മണ്ണാർക്കാടുണ്ട്, അദ്ദേഹം എന്ത് ചെയ്യുന്നു, മില്ലറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ, മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്, ഭിന്നശേഷിക്കാർ കൂടുതലായി വന്നിരിക്കുന്നുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ കൂടുതലായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ സോഫി പറഞ്ഞു, സമ്മർദ്ദങ്ങൾ, പ്രഷർ കുക്കർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, സമ്മർദ്ദമാണ്. അത് കഴിക്കുന്ന ആൾക്കും എന്തുണ്ടാവും, സമ്മർദ്ദം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ എന്താണ് ഒഴിവാക്കിയിട്ട് റാഗിയുടെ തന്നെ ഭക്ഷണം, അവിടെ മറ്റു ഹോട്ടൽ പോലെയും ചെയ്യുന്നുണ്ട് ആൾ. അതോടൊപ്പം തന്നെ കുട്ടികൾ, ഇപ്പോൾ 9 കുട്ടികളുണ്ട്.
ഇപ്പം ന്യൂറോ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നാഡീവ്യൂഹങ്ങളുമായി ബന്ധപ്പെട്ട കുട്ടികളെ ചികിത്സിച്ച് മാറ്റാം. അദ്ദേഹത്തിൻ്റെ മദറിൻലോ അട്ടപ്പാടിയിലെ ഒരു സ്ത്രീയാണ് എന്നുള്ളതും കൂടി അത് രണ്ടും സന്നിവേശിപ്പിക്കുന്നുണ്ട് നടത്താൻ. അപ്പോൾ ഈ നാട്ടറിവുകൾ അല്ലെങ്കിൽ കാട്ടറിവുകൾ തിരിച്ചുപോക്കല്ല, തിരിച്ചറിവാണ്. ഈ ആധുനിക കാലത്ത് നമ്മുടെ ആവശ്യങ്ങൾക്കും അതിൻ്റെ പരിമിതികൾക്കും അകത്തുനിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നേറണം എന്നാണ് എൻ്റെ പക്ഷം. സോഫിയ അതിന് മറുപടി പറയുമായിരിക്കും. ഇനി ഇതോടൊപ്പം തന്നെ ഇത് പ്രിസർവ് ചെയ്യാനും ഇതിൻ്റെ വിത്തുകൾ സൂക്ഷിക്കാനും. വിത്താണ് നമുക്കില്ലാത്തത്, എല്ലാവരും വിത്ത് ഔട്ടാണല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ ഇതുപോലെ കേരളത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ലോകമെങ്ങും ഉണ്ടായിരുന്നുള്ള എല്ലാ വിത്തുകളും നമുക്ക് IR അല്ലേ, മനീലയിലെ ഇന്ത്യൻ അവരുടെ റിസർച്ച് സ്റ്റേഷനിലേക്ക് ഒതുക്കിയല്ല, IR8 എന്ന് പറയുന്ന രീതിയിൽ ഇൻ്റർനാഷണൽ റിസർച്ച് സെൻ്ററാണത് IR. അപ്പോൾ നമുക്ക് 1,00,000-ലധികം നെൽവിത്തിനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വൈവിധ്യങ്ങളെ നിലനിർത്തുകയും അതിനെ വേണ്ടി നമുക്ക് ഒരു വിത്തായാലും നമുക്ക് കിട്ടിയാൽ മതി. അത് നമ്മുടെ ജനറ്റിക്കാണ്. അത് കഴിക്കുന്ന വഴിയാണ് നമ്മൾ അടുത്ത ഇപ്പോൾ നാഴിക്ക് 40 വട്ടം നമ്മൾ കുട്ടിയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ വീക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റുകളും പരിപാടികളൊക്കെ ക്രമീകരിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ഇത് അവസാന വാക്കല്ല, നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് സചേതനമായ ഒരു ചർച്ചയിലൂടെ വേണം ബാക്കിയുള്ള കാര്യങ്ങൾ തിരിവിക്കാൻ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്തിനോട് അപേക്ഷിക്കുകയാണ്. ഇത് തുടരണം എന്നുള്ളതാണ്. ഞാനും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അഗ്രിപ്രണറാണ്. അതുപോലെ സാറ് പറഞ്ഞ പോലെ അവിടെ അഗ്രിപ്രണറെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, ഓണ്ടർപ്രണറല്ല. അതുപോലെ അട്ടപ്പാടിയിൽ GI ടാഗുള്ള 2 ഉണ്ട്, അട്ടപ്പാടി തോവരയും അട്ടപ്പാടി അവരയും. ഈ അട്ടപ്പാടി തോവര പണ്ട് കാലത്ത് ടൺ കണക്കിന് തോവര കോയമ്പത്തൂർ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്നാകെ നാമമാത്രമായിട്ടുണ്ട്. ഇന്ന് തോരൻ പരിപ്പെല്ലാം ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അട്ടപ്പാടി തോരയ്ക്ക്. അതിന് തൊലി വെളുത്തിരിക്കും. അതൊക്കെ നമുക്ക് നാമാവശേഷമായിക്കൊണ്ടിരിക്കണൊക്കെ നമ്മളതെല്ലാം അതിനെ വീണ്ടെടുത്തേ തീരൂ. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ ടേസ്റ്റ് ഇല്ലെങ്കിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമോ? ആരും കഴിക്കില്ല. ഒരു നേരം കഴിക്കും, രണ്ടാമത്തെ പ്രാവശ്യം കഴിക്കില്ല. അപ്പോൾ ടേസ്റ്റി ആയിട്ട് മില്ലറ്റ്സിൽ എങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ പഠനം. അതിൽ ഞാൻ ഒരു 90% ഞാൻ വിജയിച്ചു. നമുക്ക് ടേസ്റ്റി ആയിട്ട് തന്നെ യാതൊരു പ്രിസർവേറ്റീവ്സോ അഡിക്റ്റീവ്സോ ചേർക്കാതെ തന്നെ മില്ലറ്റിൻ്റെ ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, പത്തിരി എല്ലാം ഉണ്ടാക്കാം. ഇത് എൻ്റെ ആ പൊടി കൊണ്ട് യു ക്യാൻ മേക്ക് മസാല ദോശ ആൻഡ് ഗീ റോസ്റ്റ് ഓൾസോ. ചിൽഡ്രൻ വിൽ നോട്ട് റെക്കഗ്നൈസ് ഐ ആം ഈറ്റിംഗ് മില്ലറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അതേപോലെ തന്നെ കുക്കീസുകൾ മൈദയോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർക്കാതെ തന്നെ നമുക്ക് കുക്കീസ് ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റി കുക്കീസ്. എനി ചിൽഡ്രൻ ക്യാൻ മേക്ക് ദ കുക്കീസ്. അങ്ങനെ നമ്മൾ ഫുഡിനെ അങ്ങോട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ മില്ലറ്റ്സിനെ തന്നെ നിലനിർത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് വീണ്ടും കഴിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഇല്ല എന്നുള്ള തലയിൽ കയറി ആരും അത് ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ അതിന് ടേസ്റ്റി ആയിട്ട് ഫുഡ് കൊടുത്താൽ മാത്രമേ നമുക്കതിനെ വീണ്ടും നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു.